അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ടാറ്റയുടെ നെക്സോണും മഹീന്ദ്രയുടെ XUV400ഉം തമ്മിലുള്ള പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഈ വാഹനങ്ങളുണ്ടെന്ന് നോക്കാം. ഈ മഹീന്ദ്രയുടെ XUV300 അല്ലെങ്കിൽ XUV300 എന്ന് പറയുന്ന വാഹനം, അതിന് 5 സ്റ്റാർ കിട്ടി. അതിന് പക്ഷേ ടാറ്റയെക്കാളും കുറച്ച് പോയിന്റുകൾ കൂടുതലുണ്ടായിരുന്നു. കാരണം ടാറ്റയ്ക്ക് അഡൽട്ടിൻ്റെ റേറ്റിംഗിലും ചൈൽഡ്രൻ റേറ്റിംഗും നോക്കുമ്പം അഡൽട്ടിൻ്റെ റേറ്റിംഗിൽ 5ഉം ചൈൽഡ്രൻ റേറ്റിംഗ് 3ഉം കിട്ടിയ സമയത്ത് ഈ മഹീന്ദ്രയുടെ XUV300ക്ക് അഡൽട്ടിൻ്റെ റേറ്റിംഗിൽ 5ഉം അതുപോലെ ചൈൽഡിൻ്റെ റേറ്റിംഗ് 4ഉം കിട്ടിയ. അപ്പം അകത്തെ സ്പേസ് ഈ വാഹനത്തിനായിരിക്കും കൂടുതലെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഒരു സൈസ് വൈസ് ഉള്ളൊരു കമ്പാരിസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പം സ്വിച്ച് ഇട്ടാൽ ഇങ്ങനെ പറന്നു പോകുന്ന വാഹനങ്ങളാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരാണ്ട് മോട്ടർ അടിക്കുമ്പോൾ തന്നെ വളരെ ഫാസ്റ്ററായിട്ട്, കാരണം മറ്റേത് എഞ്ചിൻ ഇങ്ങനെ കറങ്ങി മറ്റേ ട്രാൻസ്മിഷൻസ് എല്ലാം അതുവഴിയൊക്കെ വന്നിട്ടാണ് വാഹനത്തിൻ്റെ പവർ എടുക്കുന്നതെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ സ്വിച്ച് ഇട്ട വർക്ക് ചെയ്യുന്ന പോലെയാണ്. എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോബ് മൈ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഇലക്ട്രിക് കാർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും, അത് ടാറ്റയുടെ നെക്സോൺ EV ആണ്. എന്നാൽ ടാറ്റയുടെ നെക്സോൺ EVയോട് ഏറ്റവും അധികം കോമ്പീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടാറ്റ എന്ന് പറഞ്ഞ കമ്പനിയോട് കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ കമ്പനി ആയിട്ടിരിക്കുന്ന മഹീന്ദ്ര തന്നെയാണ്. ഈ രണ്ട് ഇന്ത്യൻ കമ്പനികളും പരസ്പരം ഓരോ പ്രാവശ്യം അവർ വാഹനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്തും വളരെ രീതിയിൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ടാറ്റ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു പടി മേലെ ചെയ്യാൻ മഹീന്ദ്ര എപ്പോഴും ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്ത്യയിൽ ആദ്യമായിട്ട് സേഫ്റ്റിയുടെ ഒരു കാര്യം ഗ്ലോബൽ എൻക്യാപ്പിലേക്ക് വന്ന സമയത്ത് ടാറ്റയാണ് 5 സ്റ്റാറുകൾ കൊണ്ട് ഞെട്ടിച്ചത്. ഓക്കെ, അതിൻ്റെ തൊട്ട് പിറകെ തന്നെ ഈ മഹീന്ദ്രയുടെ XUV300 അല്ലെങ്കിൽ XUV300 എന്ന് പറയുന്ന വാഹനം, അതിന് 5 സ്റ്റാർ കിട്ടി. അതിന് പക്ഷേ ടാറ്റയെക്കാളും കുറച്ച് പോയിന്റുകൾ കൂടുതലുണ്ടായിരുന്നു. കാരണം ടാറ്റയ്ക്ക് അഡൽട്ടിൻ്റെ റേറ്റിംഗിലും ചൈൽഡ്രൻ റേറ്റിംഗും നോക്കുമ്പം അഡൽട്ടിൻ്റെ റേറ്റിംഗിൽ 5ഉം ചൈൽഡ്രൻ റേറ്റിംഗ് 3ഉം കിട്ടിയ സമയത്ത് ഈ മഹീന്ദ്രയുടെ XUV300ക്ക് അഡൽട്ടിൻ്റെ റേറ്റിംഗിൽ 5ഉം അതുപോലെ ചൈൽഡിൻ്റെ റേറ്റിംഗ് 4ഉം കിട്ടി. അതായത് ഒരു പോയിന്റും കൂടെ കൂടുതലായിട്ട് കിട്ടിയതായിട്ട് നമുക്കറിയാണ്ട് സാധിച്ചു. അതിനുശേഷം അവർ വലിയ വാഹനങ്ങൾ ഇറക്കിയപ്പം ടാറ്റയുടെ വലിയ വാഹനങ്ങൾക്ക് 5 സ്റ്റാർ കിട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ അവർ XUV700ക്ക് 5 സ്റ്റാർ വാങ്ങിച്ചു എന്നുള്ളതും പ്രത്യേകതയാണ്. അപ്പോൾ ഈ രണ്ട് കമ്പനികളും പരസ്പരം കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിലും ഭയങ്കര കോമ്പറ്റീഷനാണ്. നമുക്കറിയാം, നെക്സോണിനെ സംബന്ധിച്ചറിയാം, ഏറ്റവും കൂടുതൽ സെയിൽസ് ഓടിയ ഒരു വാഹനമാണ്, ജനങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ്. അതേ സെഗ്മെൻറ്റിൽ കോമ്പീറ്റ് ചെയ്യാൻ ഇറക്കിയിരിക്കുന്ന ഒരു വാഹനമാണ് XUV300യുടെ ഒരു ഇലക്ട്രിക് വേർഷനായിട്ട് XUV400 ആണ് വരുന്നത്, അല്ലെങ്കിൽ 400 എന്നാണ് വരുന്നത്. അപ്പം നമ്മൾ ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ഇതേ ഷോറൂം, നമ്മളിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരത്തുള്ള വഴയിലുള്ള SS മഹീന്ദ്രയിലാണ്. അപ്പോൾ അവരുടെ ഷോറൂമിൽ നിന്ന് നമ്മളൊരു വണ്ടി എടുത്ത് ഒരു മൂന്നാർ യാത്ര നമ്മൾ പോയിരുന്നു. അപ്പം വളരെ രസകരമായിട്ടുള്ളൊരു ഡ്രൈവ് ആയിരുന്നു. കാരണം പ്രത്യേകിച്ച് കുറേ വ്ളോഗേഴ്സും ഒക്കെ നമ്മൾ പങ്കെടുത്ത ഒരു ഇവൻ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഒരു ഇലക്ട്രിക് വണ്ടി ഇത്രയും ദൂരം ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ കിട്ടുന്ന ഒരു സുഖത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ എത്ര വില കൂടിയ വണ്ടി, ഈവൻ BMW മെഴ്സിഡീസ് ബെൻസോ ഒക്കെ നമ്മൾ വില കൂടിയ വണ്ടി വാങ്ങിക്കുമ്പോൾ അതേ ഒരു ഡ്രൈവിംഗ് പ്ലഷർ, അത്രയും നമുക്ക് ടോർക്ക് ഫിഗേഴ്സും ഒക്കെ കിട്ടുന്നത് കൊണ്ട് ഭയങ്കര ഒരു ഡ്രൈവിംഗ് പ്ലഷർ നമുക്ക് എപ്പോഴും കിട്ടും. അത് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്നെ കളിയാക്കുമായിരിക്കും, കാരണം വലിയ ബ്രാൻഡുകളായിട്ട് ഈ മഹീന്ദ്ര അല്ലെങ്കിൽ ടാറ്റയെ നിങ്ങൾ കമ്പയർ ചെയ്യുന്നതെന്നൊക്കെ പറയായിരിക്കും. പക്ഷേ ഒരു ഇലക്ട്രിക് വാഹനം നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ ഡ്രൈവിംഗ് പ്ലഷർ മനസ്സിലാക്കുള്ളൂ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പം ഈ രണ്ട് കോമ്പറ്റീഷൻ നടക്കുന്ന വണ്ടികൾ എന്ന് പറഞ്ഞാൽ നെക്സോണും മഹീന്ദ്രയാണ് നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ മെയിൻ. ടാറ്റയുടെ നെക്സോണും അതുപോലെ തന്നെ മഹീന്ദ്രയുടെ XUV400 ആണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. അപ്പം ആദ്യം നെക്സോൺ ശരിക്കും പറയാൻ ഒരുപാട് സെയിൽസ് ഫിഗേഴ്സിലേക്കൊക്കെ കയറാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹീന്ദ്രയ്ക്ക് അല്ല XUV400 കൊണ്ടുവന്നപ്പോൾ അന്ന് കുറച്ച് ഫീച്ചേഴ്സ് കുറച്ച് കുറവായിരുന്നു, അതുപോലെ കുറച്ച് പ്രൈസി ആയിരുന്നു. എന്നാൽ ഇപ്പം 2024 ഫേസ് ലിഫ്റ്റ് അപ്ഡേറ്റ് വന്നപ്പം ഈ രണ്ട് വണ്ടികളും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വില, അതായത് ആദ്യമായിട്ട് ഈ വാഹനം ഇറങ്ങുമ്പോൾ 21 ലക്ഷത്തോളം വില വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് 19,60,000 രൂപയിലേക്ക് വില കുറച്ചിട്ടുണ്ട്. എന്നാൽ ഒരുപാട് ഫീച്ചേഴ്സ് കൂടിയിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ടാറ്റയുടെ നെക്സോണും മഹീന്ദ്രയുടെ XUV400ഉം തമ്മിലുള്ള പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഈ വാഹനങ്ങളുണ്ടെന്ന് നോക്കാം. ഓക്കെ, അതോടൊപ്പം തന്നെ പുതുതായിട്ട് വന്ന ഫേസ് ലിഫ്റ്റ് വന്ന മാറ്റങ്ങൾ നോക്കാം. അപ്പോൾ 2024 ഈ ഫേസ് ലിഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഒരു സൈസ് ഡയമെൻഷനിൽ നിന്നൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ വാഹനത്തിനകത്ത് എക്സ്റ്റീരിയറിൽ വന്ന 2 ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഇവിടെ നിന്നുകൊണ്ട് തന്നെ പറയാം. ഈ വാഹനത്തിൻ്റെ ബാക്കിൽ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന കൊടുത്തു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഒരു EVയുടെ ബാഡ്ജിങ് കൂടെ വാഹനത്തിനകത്തുണ്ട്. ഞാൻ പുറകിലേക്ക് പോകുന്ന സമയത്ത് അത് വിശദമായിട്ട് കാണിക്കാം. ഈ വാഹനത്തിൻ്റെ ഡയമെൻഷനിലേക്ക് വരികയാണെങ്കിൽ ഇത് 4.2 മീറ്ററാണ്, അതായത് 4200 മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതേസമയം
നെക്സോൺ 395 ആണ്, സബ് 4 മീറ്റർ, അതായത് 3995 മില്ലിമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ വീൽ ബേസുകൾ തമ്മിലും കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്. ഇത് 2600 mm വീൽ ബേസ് വരുമ്പോൾ അത് 2498 വീൽ ബേസ് വരുന്നത്. അപ്പം അകത്തെ സ്പേസ് ഈ വാഹനത്തിനായിരിക്കും കൂടുതലെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഒരു സൈസ് വൈസ് ഉള്ളൊരു കമ്പാരിസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ബ്രേക്കിങ്ങിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ടാറ്റ നെക്സോണിലെ ഏറ്റവും ബേസ് വേരിയൻറ്റിനകത്ത് ഈ പറയുന്ന 4 വീലുകളും ഡിസ്ക് ബ്രേക്കുകൾ വരുന്നില്ല, ഒരു തേർഡ് വേരിയൻറ്റ് മുതലൊക്കെയാണ് വരുന്നത്. പക്ഷേ മഹീന്ദ്രയുടെ ഇതിൻ്റെ വേരിയൻസിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് EC EL എന്ന് പറയുന്ന 2 വേരിയൻസ് ആണ്. അപ്പോൾ 2 തരത്തിലുള്ള ബാറ്ററി പാക്കുകളുണ്ട്. അപ്പം ബാറ്ററി പാക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് ലോ റേഞ്ച് വരുന്നതാണ്. അതായത് ലോ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കമ്പാരിസണിൽ പറയുന്നതാണ് 34.5 കിലോ വാട്ടിൻ്റെ ഒരു ബാറ്ററി പാക്ക് വരുന്നൊരു വാഹനമുണ്ട്. അതുപോലെ തന്നെ 39.4 കിലോ വാട്ട് വരുന്ന ഒരു ബാറ്ററി പാക്കും ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ബാറ്ററി പാക്കുകളുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് 4 വീലുകളും ഈ 4 വീലുകളും ഡിസ്ക് ബ്രേക്കുകളായിട്ടാണ് വരുന്നത്. ഓക്കെ, അതൊരു വലിയൊരു പ്രത്യേകതയാണ്. ഡിസൈൻ വൈസ് ആയിട്ട് നമ്മൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പല വീഡിയോകളും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് പെട്ടെന്ന് ഒന്ന് ഓടിച്ചു വരാം. അപ്പോൾ ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും മനോഹരമായിട്ട് അവരുടെ മഹീന്ദ്രയുടെ ആ ഒരു ലോഗോ നമുക്ക് കാണാം. ട്വിൻ പീക്ക് ലോഗോ എന്നാണ് പറയുന്നത്. അതിൽ ഒരു ബ്രോൺസ് കളറിലാണ്. അതായത് ബ്രോൺസ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിൽ വയർ ചെയ്യുന്ന ചെമ്പ് കമ്പി, അതായത് ഇലക്ട്രോണിക്സിൻ്റെ ഫ്ലോ ആണ് അതിനെ സൂചിപ്പിക്കുന്നതാണ് മഹീന്ദ്ര പറയുന്നത്. അപ്പോൾ അതങ്ങനെ വരുന്നത്. പിന്നെ മനോഹരമായിട്ടുള്ള ഹെഡ്ലാമ്പ് യൂണിറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പറ്റും. അതുപോലെ ആ കോപ്പറിൻ്റെ ഇൻസേർട്ടുകൾ അവിടെ എല്ലാം നമുക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഫോഗ് ലാംപ്സ് വാഹനത്തിനകത്തുണ്ട്. അല്ലെങ്കിൽ ഫ്രണ്ട് ഭാഗത്തുള്ള ആ ഡിസൈൻസ് വളരെ മനോഹരമായ ഒരു എക്സ് ടൈപ്പ് ഡിസൈൻസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വാഹനത്തിൻ്റെ വീതിയേറെ ഫെൻഡറുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അത് ഇവിടെയാണ് നമ്മൾ ചാർജിങ് പോർട്ട് കൊടുക്കുന്നത്. നമുക്ക് ഈ വാഹനത്തിനകത്ത് 2 ടൈപ്പ് ഓഫ് ചാർജേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് നമുക്ക് 3.2 കിലോ വാട്ടിൻ്റെ ഒരു ചാർജറുണ്ട്. അതായത് നമുക്ക് പോർട്ടബിൾ ആയിട്ടുള്ള ചാർജറാണ്. അപ്പോൾ അത് ചാർജർ കുത്തിയിട്ട് കഴിഞ്ഞാൽ ബാറ്ററിയുടെ കപ്പാസിറ്റി അനുസരിച്ചാണ്. അന്ന് ശരാശരി 10 മണിക്കൂർ ഒക്കെയാണ്. നമുക്ക് ഓവർനൈറ്റ് ഒക്കെ കുത്തിയിട്ടാലാണ് നമുക്ക് ഈ വാഹനം നമുക്ക് ആ ചാർജർ കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നത്. ഇത് കൂടാതെ ഇതിൻ്റെ ടോപ്പിൻ്റെ വേരിയൻറ്റിലേക്ക് വരുമ്പോൾ 7.2 കിലോ വാട്ടിന് ഒരു ചാർജർ കൊടുക്കുന്നുണ്ട്. അപ്പം 7.2 കിലോ വാട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 5.5 മണിക്കൂർ കൊണ്ട് നമുക്ക് വാഹനം ഫാസ്റ്ററായിട്ട് ചാർജ് ചെയ്യാം. ഇത് കൂടാതെ നമുക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ പബ്ലിക്കായിട്ടുള്ള ഗോയിസി പോലുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ വളരെ ഫാസ്റ്ററായിട്ട് 1 മണിക്കൂർ കൊണ്ട് തന്നെ വാഹനം നമുക്ക് ഒരു 80% ചാർജ് ചെയ്യാനുള്ള ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻസും ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഈ ചാർജിങ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കിനി വീൽ ഡിസ്കുകളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അലോയ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഡയമണ്ട് കട്ട് അലോയ്സാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഡിസ്ക് ബ്രേക്കുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ സൈഡിലേക്ക് വരുന്ന സമയത്ത് വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. മുകളിൽ ഒരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ ആ ഷാർഫിൻ ആൻറ്റന പുതുതായിട്ട് വന്നിരിക്കുന്ന ഇതാണ് കേട്ടോ. ആ ഷാർഫിൻ ആൻറ്റന നമുക്കവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പം നേരത്തെ ഉണ്ടായിരുന്ന XUV 300 ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം വലിയ മാറ്റങ്ങളൊന്നും ഈ വാഹനത്തിൽ വന്നിട്ടില്ല. പിന്നെ പുതിയതായിട്ട് ഈ ഒരു ഫേസ് ലിഫ്റ്റിൽ വന്നപ്പോൾ EVയുടെ ഒരു ബാഡ്ജിങ് ഈ പുതിയ വേരിയൻറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു റിവേഴ്സിൽ എടുക്കാനുള്ള ഒരു ക്യാമറ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം അതവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ XUV 400 എന്നുള്ള XUV 400 400 എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഇതൊക്കെയാണ് പുറത്തുനിന്നുള്ള ഒരു കാഴ്ചകൾ എന്ന് പറയുന്നത്. നമുക്കിനി അകത്തേക്ക് പോകാം. ഞാനിത് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം എല്ലാവരും കണ്ടിട്ടുള്ളൊരു വണ്ടിയാണ്, പലരും ഉപയോഗിച്ചിട്ടുള്ള വണ്ടിയാണ്. അപ്പം ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ മാറ്റം വരുന്നത്. നേരത്തെ വാഹനത്തിനകത്ത് ഒരു കറുത്ത ഇൻറ്റീരിയർ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. മൊത്തം ബ്ലാക്ക് ആയിരുന്നു കംപ്ലീറ്റ് ഇൻറ്റീരിയർ വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഇതിലേക്ക് വന്നപ്പം ഒരു ഡ്യുവൽ ടോൺ ഇൻറ്റീരിയർ വന്നു എന്നുള്ളത് വളരെയധികം പ്രത്യേകതയുള്ളൊരു കാര്യമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പം അത് വളരെ മനോഹരമായിട്ടുണ്ട്. മൊത്തത്തിൽ അതിൻ്റെ ഡാഷ്ബോർഡുകളും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഡോർ ട്രിമ്മിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന സോഫ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് വന്നിട്ടുണ്ട്. അതും ആ 2 കളേഴ്സിൽ വരും. നേരത്തെ ബ്ലാക്ക് ആയിരുന്നു കംപ്ലീറ്റ്. അപ്പോൾ ഈ 2 ടോണിൽ വന്നപ്പോൾ അത് മനോഹരമായിട്ടുണ്ട്. പിന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷിലൊക്കെ വരുന്ന ഈ ഒരു ഫിനിഷുകളൊക്കെ വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡോർ ട്രിമ്മിനെ കുറിച്ച് പറയാനുള്ളത്. ഇൻറ്റീരിയറിലേക്ക് വന്നപ്പോൾ ഒരു രക്ഷയില്ലാതായി മാറി കേട്ടോ. സീറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ ബ്ലാക്ക് ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു ഫാബ്രിക്കിലേക്കൊക്കെ വന്നപ്പം ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ഓക്കെ, പ്രത്യേകിച്ച് ആ ഒരു മഹീന്ദ്രയുടെ ട്വിൻ പീക്ക് ലോഗോ ഒക്കെയാണ് സീറ്റിനകത്ത് ഡിസൈനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം അതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അകത്തുനിന്ന് കയറി നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഡാഷ്ബോർഡും ഇൻസ്ട്രുമെൻറ്റ് പാനലൊക്കെ നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് വേർഷൻ XUV 400 400യുടെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം. വന്ന മെയിൻ ആയിട്ടുള്ള ഒരു വ്യത്യാസങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് ആണ് കേട്ടോ. സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ബോട്ടം അല്ലെങ്കിൽ ഡീ കട്ട് സ്റ്റിയറിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു സ്പോർട്ടി ആയിട്ടുള്ള രീതിയിലുള്ള ഡീ കട്ട് സ്റ്റിയറിംഗ് വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്
വളരെയധികം പ്രത്യേകതയാണ്. പിന്നെ നിങ്ങൾക്കറിയാം പഴയ വാഹനത്തിനകത്ത് ശരിക്കും പറയാം XUV300 ഒരു ഇൻറ്റീരിയറാണ് വാഹനത്തിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഈ സെൻട്രൽ കൺസോൾ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ബീറോൾ ഞാൻ ഇവിടെ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ആ പഴയ വണ്ടിയുടെ ഇൻറ്റീരിയർ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാവും. അത് മാറ്റി ഇപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് ഐലൻഡ് ഡിസ്പ്ലേ വാഹനത്തിനകത്ത് കൊണ്ടിട്ടുണ്ട്. 10.25 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് ഓൾറെഡി ഇതിനകത്ത് അലക്സയുടെ കണക്ടിവിറ്റി, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഇങ്ങനത്തെ ഉള്ള സംവിധാനങ്ങൾ ഓൾറെഡി ഈ ഒരു അപ്ഡേറ്റിൽ വരുന്നുണ്ട്. ഈ വാഹനത്തിനകത്ത് അപ്ഡേറ്റ് ആയിട്ടില്ല, ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അപ്ഡേറ്റ്സ് OTA ഓവർ ദ എയർ അപ്ഡേറ്റ്സ് ആയിട്ട് വാഹനത്തിനകത്ത് വരുന്നുണ്ടായിരിക്കും. അപ്പം ആ ഒരു സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് അലക്സയുടെ കണക്ടിവിറ്റി ഒക്കെ വരുന്ന സമയത്ത് വാഹനം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിലേക്കൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ മഹീന്ദ്രയുടെ പിന്നെ അഡ്രീനോക്സ് എന്ന് പറയുന്ന കണക്ടിവിറ്റിയെ കുറിച്ച് നിങ്ങൾക്കറിയാം. അപ്പോൾ അഡ്രീനോക്സ് ഒക്കെ ഇതിനകത്ത് ഓൾറെഡി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, എങ്കിൽ പോലും സ്റ്റിയറിംഗ് ഒരു ടിൽറ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിയറിംഗ് ഒന്ന് ടിൽറ്റ് ചെയ്തു, നമ്മുടെ ഒരു ഹൈറ്റിനൊക്കെ അനുസരിച്ച് നമുക്ക് ടിൽറ്റ് ചെയ്തു. സീറ്റ്സിനെ കുറിച്ച് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കലി ഒന്നും അല്ല അഡ്ജസ്റ്റ് ചെയ്ത്, നോർമലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. പിന്നെ അടുത്ത വ്യത്യാസം വന്നെന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റ് പാനലാണ് കേട്ടോ. ഇൻസ്ട്രുമെൻറ്റ് പാനലിലേക്ക് വരുന്ന സമയത്ത് 10.25 ഇഞ്ചിൻ്റെ വേറൊരു ഇൻസ്ട്രുമെൻറ്റ് പാനൽ, ഒരു ഡിസ്പ്ലേ ആയിട്ട് തന്നെ അവിടെ വന്നിട്ടുണ്ട്. അതും വളരെ ബ്യൂട്ടിഫുൾ ആണ്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല, അതിനകത്തുനിന്ന് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഡ്യുവൽ ടോൺ കളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രീമിയം ആക്കിയിട്ടുണ്ട് ഈ വാഹനത്തിന്. പ്രത്യേകിച്ച് ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടാവും പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ എലമെൻ്റ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പിന്നെ AC കൺട്രോൾ ഉണ്ട്. ഈ വാഹനത്തിൻ്റെ ACസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ നെക്സോണിന് ഇല്ലാത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിന് ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ACs ആണ് വരുന്നത്. ഓക്കെ, മറ്റേത് ഓട്ടോ ACs ആണ് വരുന്നതെങ്കിൽ പോലും ഇവിടെ ഡ്യുവൽ സോൺ ആണ് വരുന്നത്. അതായത് എനിക്കൊരു ടെമ്പറേച്ചറും ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് വേറൊരു ടെമ്പറേച്ചറും സെറ്റ് ചെയ്യാൻ പാകത്തിലാണ് അതിൻ്റെ സിസ്റ്റംസ് കൊടുത്തിരിക്കുന്നത്. രണ്ടുപേർക്കും ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ കണ്ടു. നിങ്ങൾ നോക്കിയാൽ ഇവിടെ 22 ഡിഗ്രി സെറ്റ് ചെയ്തപ്പോൾ ഇവിടെ 21 ഡിഗ്രിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫുൾ ഈ ഒരു ഏരിയ മുഴുവൻ റീവർക്ക് ചെയ്തിട്ടുണ്ട് മഹീന്ദ്ര. ഓക്കെ, പിന്നെ അത് കൂടാതെ തന്നെ 2 C പോർട്ടിൻ്റെ ചാർജേഴ്സും അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വയർലെസ്സിൻ്റെ ഒരു ചാർജിങ് യൂണിറ്റും വാഹനത്തിന് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഷിഫ്റ്റേഴ്സ് ഒക്കെ വളരെ മനോഹരമായിട്ടുള്ളതാണ്, നേരത്തെ ഉള്ളത് തന്നെയാണ്, നമുക്കറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ കീ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും ബ്യൂട്ടിഫുൾ ആണ്. ഓക്കെ, ഇതിൻ്റെ ഒരു ഹാൻഡ് ബ്രേക്ക് യൂണിറ്റും ഉണ്ട്. അതുപോലെ ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസും അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ആം റെസ്റ്റും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ടോട്ടലി നമ്മുടെ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്ന സമയത്ത് വന്ന പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ ഇത്രയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് റോയിലേക്ക് ഒന്ന് വരാം. അപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് വേർഷൻ്റെ ഈ സെക്കൻഡ് റോ സീറ്റ്സിലേക്ക് ഇരിക്കുമ്പം പ്രധാനപ്പെട്ട നെക്സോണായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കിലെ ഹെഡ് റെസ്റ്റുകളില്ലേ, ഈ വാഹനത്തിന് 3 ഹെഡ് റെസ്റ്റുകളുണ്ട്. നെക്സോണിലേക്ക് വരുമ്പോൾ 2 ഹെഡ് റെസ്റ്റുകളേ ഉള്ളൂ. പിന്നെ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഹെഡ് ഏരിയ കുറച്ചും കൂടെ കൂടുതൽ ഈ വാഹനത്തിനാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ ഒരു ബെൻഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ്. പിന്നെ ഇതിന് വീൽ ബേസ് കൂടുതലായതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. നമുക്ക് ഇരുന്നിട്ട് നമുക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നല്ല വീതിയുള്ള സീറ്റ്സ് ആണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു നെക്സോണിനേക്കാളും ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ഫ്ലോർ കുറച്ചുകൂടെ ലോവറാണ്. കുറച്ചുകൂടെ വാഹനത്തിലേക്ക് കയറാൻ എളുപ്പത്തിലാണ് ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവരുടെ ഡിസൈൻ്റെ വ്യത്യാസങ്ങളൊക്കെയാണ് കേട്ടോ. ബാറ്ററി പാക്കുകളുടെ വ്യത്യാസങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഈ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നേരത്തെ എല്ലാവരും പറഞ്ഞൊരു പരാതി എന്ന് പറഞ്ഞാൽ AC വെൻറ്റുകൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഞാനൊരു B-റോൾ ഇൻസേർട്ട് ചെയ്യാം. പഴയ വണ്ടിയുടെ B-റോൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഫ്രണ്ടിലിൻ്റെ AC എന്നുള്ള കാറ്റ് വേണമായിരുന്നു പുറകിലുള്ള ആൾക്കാർക്ക് കിട്ടണമെന്നുണ്ടായിരുന്നെങ്കിൽ. പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ പുറകിലും ആ AC കൺട്രോളുകൾ അവിടെ വന്നപ്പോൾ, അല്ല വെൻറ്റുകൾ അവിടെ വന്നപ്പോൾ പുറകിലിരിക്കുന്നവർക്കും വളരെ സുഖകരമായിട്ട് AC കാറ്റൊക്കെ അടിച്ച് പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു ഫോൺ ചാർജ് ചെയ്യാനുള്ള ഒരു പ്ലേസ് ഇട്ടിട്ടുണ്ട്. C പോർട്ടും ഉണ്ട്. അതുപോലെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് യൂണിറ്റ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ വന്ന പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, കാരണം പഴയ വണ്ടിയുടെ ആ ബി-റോൾസ് കണ്ടിട്ട് ഈ പുതിയ വാഹനം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കി എന്തുമാത്രം വ്യത്യാസം വന്നുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മോട്ടർ യൂണിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ പവർ ഫിഗേഴ്സിൽ എങ്ങനെയാണ് നെക്സോണായിട്ട് ഡിഫർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പം സ്വിച്ച് ഇട്ടാൽ ഇങ്ങനെ പറന്നു പോകുന്ന വാഹനങ്ങളാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരാണ്ട് മോട്ടർ അടിക്കുമ്പോൾ തന്നെ വളരെ ഫാസ്റ്ററായിട്ട്, കാരണം മറ്റേത് എഞ്ചിൻ ഇങ്ങനെ കറങ്ങി മറ്റേ ട്രാൻസ്മിഷൻസ് എല്ലാം അതുവഴിയൊക്കെ വന്നിട്ടാണ് വാഹനത്തിൻ്റെ പവർ എടുക്കുന്നതെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ സ്വിച്ച് ഇട്ട വർക്ക് ചെയ്യുന്ന പോലെയാണ്. അത്യാവശ്യം നല്ല ബലവത്തായിട്ടുള്ളൊരു ഹുഡാണ് കേട്ടോ വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു 5 സ്റ്റാർ റേറ്റിയുള്ള വാഹനങ്ങളല്ലേ. അപ്പോൾ ഇതിൻ്റെ ഹുഡിനടിയിൽ നിങ്ങൾ നോക്കുന്നപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കൺട്രോളേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഇലക്ട്രിക്കലായിട്ടുള്ള ഇൻ്റർഫേസുകളാണ് കൂടുതലായിട്ട് വരുന്നത്. ഇതിൻ്റെ മോട്ടർ താഴെയാണ് വരുന്നത്. ഒരു പെർമനൻറ്റ് മാഗ്നസ് സിംഗ്രണസ് മോട്ടറാണ്. 110 kV ഒരു kWh ഒരു മോട്ടറാണ് വെച്ചിരിക്കുന്നത്. അത്ര പവർഫുള്ളാണ്. അപ്പോൾ നമ്മളിത് നെക്സോണുമായിട്ട് നമുക്കിത് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പവർ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഈ ഒരു വാഹനം 150 PS പവർ ഡെലിവറി ചെയ്യും. അതുപോലെ 310 Nm ടോർക്കും ഉണ്ട്.
പക്ഷേ നമ്മൾ നെക്സോണിലേക്ക് വരുന്ന സമയത്ത് 142.68 PS പവറും 215 Nm ടോർക്കേ ഉള്ളൂ. അപ്പോൾ ടോർക്ക് ഫിഗേഴ്സിൽ വളരെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഈ രണ്ട് വണ്ടിയും തമ്മിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി ഒരു വാഹനത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു വാഹനത്തിൻ്റെ വാറണ്ടിയെക്കുറിച്ച് പറയണം. ഇപ്പോൾ രണ്ട് കമ്പനികൾ ഓഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റേഴ്സാണ് വരുന്നത്. സ്റ്റാൻഡേർഡ് വാറണ്ടി 3 years ആണ് വെഹിക്കിളിന് വരുന്നത്. 2 വർഷം കൊണ്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ വാഹനത്തിനകത്ത് ഇപ്പം വിലയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വില ഒരുപാട് വ്യത്യാസമുണ്ട്, വില കുറഞ്ഞിട്ടുണ്ട്. നെക്സോണിനേക്കാളും ഈ വാഹനത്തിൻ്റെ വില കുറവാണ്. ഇപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടെയാണ്. നമുക്കിതിൻ്റെ ഒരു പ്രൈസ് നമുക്ക് നോക്കാം. പ്രൈസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഓൺ റോഡ് പ്രൈസ് തന്നെ പറയാം കേട്ടോ. നമുക്കിപ്പം ഇതിന് 3 വേരിയൻ്റാണ് ഉള്ളത്. അപ്പോൾ ഈസി പ്രോ എന്ന് പറയുന്നതിനകത്ത്, അതായത് ഏറ്റവും ബേസ് വേരിയൻറ്റിലേക്ക് ഓൺ റോഡിലേക്ക് വരുന്ന സമയത്ത് 17.45 ലക്ഷമാണ് ഓൺ റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ EL പ്രോയിലേക്ക് വരുമ്പം, അതായത് ടോപ്പ് എൻഡ് മോഡലിലേക്ക് വരും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന EL പ്രോ ആണ്. അപ്പോൾ അതിൻ്റെ തന്നെ 2 ബാറ്ററി ഓപ്ഷൻസ് ഉണ്ട്. 35.5 kW, 34.5 kW ഒരു വാഹനവും അതുപോലെ തന്നെ 39.4 kW ആണ്. അപ്പം കുറഞ്ഞ, അതായത് 34.5 kW വാഹനത്തിന് 18.79 ലക്ഷമാണ് ഓൺ റോഡ് വരുന്നത്. അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 39.4 ആണ്. അതായത് അതിൻ്റെ ഒരു വില വരുന്നത് 19.68 ലക്ഷമാണ് അതിൻ്റെ ഒരു വില വരുന്നത്. അതായത് 20 ലക്ഷത്തിന് താഴെ ഉണ്ട്. നേരത്തെ 21 ലക്ഷത്തോളം ഉണ്ടായിരുന്ന വണ്ടിയാണ് ഇത്രയും 1.5 ലക്ഷം രൂപയുടെ വ്യത്യാസങ്ങൾ മെയിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഇതിൻ്റെ റേഞ്ച് പറയാത്തതെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും റേഞ്ച് പറയേണ്ട ഒരു അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് മാറ്റമൊന്നും വന്നിട്ടില്ല. എങ്കിലും റേഞ്ചുകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതായത് ഈ ഒരു വാഹനത്തിന് 2 വേരിയൻസിനാണ്, 2 ബാറ്ററി ഓപ്ഷൻസിനാണെന്ന് പറഞ്ഞില്ല. 34.5 kW ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ 375 കിലോമീറ്ററാണ്. ഓക്കെ, അപ്പോൾ റിയൽ ടൈമിലൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ടോപ്പ് എൻഡ് വണ്ടിയാണ് കൊണ്ടുപോയത്. എല്ലാവരും പറയുന്ന ഒരു 250 ഒക്കെ ഏകദേശം ആ റേഞ്ച് കിട്ടുമെന്നാണ് ഏകദേശം നമുക്ക് റിയൽ കണ്ടീഷൻസിൽ പറയുന്നത്. ഈ ഒരു 34.5 kW. ഇനിയിപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് കൂടുതൽ ബാറ്ററി ഓപ്ഷൻ 39.4 kW ആണ്. അതിലേക്ക് വരുന്ന 456 കിലോമീറ്ററാണ് പറയുന്നത്. റിയൽ ടൈമിലേക്കൊക്കെ വരുമ്പോൾ 300 കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ബാറ്ററി നമ്മൾ ഉപയോഗിക്കുന്ന ചാർജിങ് ഓപ്ഷൻസ് അനുസരിച്ച് ഇതിൻ്റെ ചാർജിങ് ടൈം വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ നെക്സോണും അതുപോലെ തന്നെ നെക്സോൺ EVയും അതുപോലെ മഹീന്ദ്രയുടെ XUV 400 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം എന്താണ് നിങ്ങൾക്ക് ഈ ഒരു രണ്ട് വാഹനങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഏതാണെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള ഏറ്റവും വലിയ മഹീന്ദ്രയുടെ ഷോറൂമായിട്ടുള്ള SS മഹീന്ദ്രയിലാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം ഇവിടെയാണ് വരുന്നത്. കാരണം നമുക്ക് ഇതിൻ്റെ ഓണർ സിബിച്ചേട്ടനായിട്ട് അത്ര ഒരു ബന്ധമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മഹീന്ദ്രയുടെ ഏത് വാഹനങ്ങൾ, ഈവൻ താർ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ബൊലേറോ ആണെങ്കിലും ഏത് വാഹനങ്ങളുടെ ടെസ്റ്റ് ഡ്രൈവ് ആണെങ്കിലും നമുക്കിവിടെ അറേഞ്ച് ചെയ്ത് തരാം. നമ്മുടെ റോബോയ് ഷോ നമ്മുടെ ഈ ചാനൽ കണ്ടിട്ടാണ് വരുന്നത്. ഇവിടെയുള്ള ഏത് എക്സിക്യൂട്ടീവിനോട് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും നമ്മൾ സുപരിചിതമാണ്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരും. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും അല്ലെങ്കിൽ എഴുതാൻ നിങ്ങൾ മറക്കരുത്. സോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ ഫേസ്ബുക്ക് പേജും ഒക്കെ ഫോളോ ചെയ്യണം. സോ എഗെയിൻ ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബോയ് ഷോ.